തന്റെ നാമനിർദ്ദേശ പത്രിക തള്ളിയതിനെതിരെ നിർമ്മാതാവ് സാന്ദ്ര തോമസ് നൽകിയ ഹർജിയിൽ എറണാകുളം സബ് കോടതി ഇന്ന് വിധി പറയും. ഹർജിയിൽ ഇന്നലെ വാദം പൂർത്തിയായിരുന്നു. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നതിനായി സാന്ദ്ര സമർപ്പിച്ച നാമനിർദ്ദേശ പത്രിക വരണാധികാരി തള്ളിയിരുന്നു. തിയോഫിൻ ചേരുകയാണ്. തിയോഫിൻ, എപ്പോഴാണ് കേസ് പരിഗണിക്കുന്നത്? വിവരങ്ങൾ. ഈ ഹർജിയിന്മേലുള്ള വാദം പൂർത്തിയായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോൾ വിധി പറയാനായി മാറ്റിവെച്ചിരുന്നത്. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നതിനായി സാന്ദ്ര സമർപ്പിച്ച നാമനിർദ്ദേശ പത്രിക ആ പത്രിക സമർപ്പിക്കുമ്പോൾ തന്നെ വരണാധികാരി തള്ളുകയും ചെയ്തിരുന്നു. ഈ സംഘടനയുടെ ബൈലോ പ്രകാരം നിർദ്ദേശിക്കുന്ന യോഗ്യതകൾ സാന്ദ്ര തോമസിന് ഇല്ല എന്ന ഒരു കാരണം പറഞ്ഞുകൊണ്ടാണ് ഈ പത്രിക തള്ളിയത്. കാരണം ഇവരുടെ ബൈലോ പ്രകാരം പറയുന്നത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ അംഗത്വം ലഭിക്കണമെങ്കിൽ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഭാരവാഹി സ്ഥാനങ്ങളിലേക്ക് മത്സരിക്കണമെങ്കിൽ 3 സിനിമകൾ, അതായത് സ്ഥിരാംഗമാവുകയും വേണം. അതോടൊപ്പം 3 സിനിമകളുടെ സെൻസർ സർട്ടിഫിക്കറ്റ് ഉണ്ടാകണം. സ്വന്തം പേരിൽ 3 സിനിമകൾ സെൻസർ ചെയ്തിട്ടുണ്ടാകണം എന്നാണ് പറഞ്ഞിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് സാന്ദ്ര 2 സിനിമകൾ മാത്രമാണ് സ്വന്തം, അതായത് നിലവിൽ സാന്ദ്ര നിർമ്മിക്കുന്ന പ്രൊഡക്ഷൻ കമ്പനിയുടെ പേരിൽ 2 സിനിമകൾ മാത്രമേ സെൻസർ ചെയ്തിട്ടുള്ളൂ എന്ന വാദം ഉന്നയിച്ചുകൊണ്ടാണ് ഇവർ പത്രിക തള്ളിയത്. നേരത്തെ മറ്റൊരു നിർമ്മാണ കമ്പനിയിൽ പങ്കാളിയായിരുന്നു സാന്ദ്ര തോമസ്. ആ കമ്പനിയുടെ പേരിൽ സെൻസർ ചെയ്ത സിനിമകളിലെല്ലാം തന്റെ പേരിൽ തന്നെയാണ് സെൻസർ ചെയ്തിട്ടുള്ളത് ആണ് സാന്ദ്ര വാദം ഉന്നയിക്കുന്നത്. ഇത് തള്ളിക്കൊണ്ടാണ് അല്ലെങ്കിൽ ഇത് അംഗീകരിക്കാതെയാണ് സാന്ദ്രയുടെ പത്രിക തള്ളിയത്. നിലവിൽ സാന്ദ്ര സ്വന്തമായി ഒറ്റയ്ക്ക് ഉടമസ്ഥയായിരിക്കുന്ന കമ്പനിയുണ്ട്. ആ കമ്പനിയുടെ പേരിൽ 2 സിനിമകൾ മാത്രമേ സെൻസർ ചെയ്തിട്ടുള്ളൂ എന്നാണ് ഈ അസോസിയേഷൻ ഭാരവാഹികളുടെയും വരണാധികാരിയുടെയും വാദം. അതോടൊപ്പം ഈ സംഘടനയുടെ നിയമാവലി അനുസരിച്ച് വരണാധികാരിയെ നിയമിച്ചതിലും അപാകതയുണ്ടെന്നും ഈ സാന്ദ്ര തോമസ് കോടതിയിൽ നൽകിയിട്ടുള്ള ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് തന്നെ വിധി ഉണ്ടാകും. കാരണം വരണാധികാരികളുടെ കണ്ടെത്തലനുസരിച്ച് ലിറ്റിൽ ഹാർട്ട്, നല്ല നിലാവുള്ള രാത്രി എന്നീ 2 സിനിമകൾ മാത്രമാണ് സാന്ദ്ര നിർമ്മിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ സാന്ദ്രയുടെ പേരിൽ അത് സെൻസർ ചെയ്തിട്ടുള്ളത് എന്നാണ് അവർ വാദിക്കുന്നത്. എന്നാൽ മറ്റൊരു കമ്പനിയുടെ പേരിൽ മാനേജിംഗ് പാർട്ണർ ആയിരുന്നു സാന്ദ്ര. ആ സിനിമയിൽ, ആ ബാനറിൽ എടുത്ത എല്ലാ സിനിമകളും തന്റെ പേരിൽ തന്നെയാണ് സെൻസർ ചെയ്തതെന്നാണ് സാന്ദ്ര വാദിച്ചത്. ഈ കാര്യം ചൂണ്ടിക്കാട്ടിയാണ് സാന്ദ്ര കോടതിയെ സമീപിച്ചത്. ഇതിലാണ് ഇപ്പോൾ ഇന്ന് വിധി ഉണ്ടാവുക. ഷമി. തിയോഫിനാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.